നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 21-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 7-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നല്ല ദിവസമാണ്. ശുക്രൻ്റെ ദിവസം, ശുക്രവാരം, അതായത് വെള്ളിയാഴ്ച. അസുരഗുരുവായ ശുക്രാചാര്യരുടെ ദിവസമാണ്. പക്ഷെ ഇന്നത്തെ നക്ഷത്രം അത്ര നല്ലതല്ല. തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു 50% കൊള്ളാവൂ. ദശ ഇന്നത്തെ ദിവസം നല്ലതാണ്, ശുക്രഭഗവാന്റെ ദിവസമാണ്, ഐശ്വര്യ ദിവസമാണ്. എങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന തൃക്കേട്ട ആയതുകൊണ്ട് പല കാര്യങ്ങളും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ മാറ്റിവെക്കണം. കാരണം ഇന്നത്തെ നക്ഷത്രം അത്ര നല്ലതല്ല. നക്ഷത്രദേവൻ അത്ര നമ്മളെ സഹായിക്കത്തില്ല. അപ്പോൾ ചെറിയ 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 തടസ്സങ്ങളുണ്ടാവും കാര്യങ്ങൾക്ക്. അതുപോലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മീനമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. കാരണം എന്താണ്? നമുക്ക് ഭാഗ്യദായകമായ ഒരു വർഷത്തെയാണ് പ്രദാനം ചെയ്തു തരിക. എന്തെന്നാൽ ശുക്രൻ്റെ ദിവസം വന്നിരിക്കുകയാണ്. ശുക്രൻ എല്ലാം തരും, വാരിക്കോരി തരുന്നവനാണ് ശുക്രൻ. അൺലിമിറ്റായിട്ടെല്ലാം തരുന്നവനാണ് ശുക്രൻ. മറ്റ് ഗ്രഹങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചേ തരുള്ളൂ. വ്യാഴമാവട്ടെ വളരെ ആലോചിച്ചേ തരുള്ളൂ. ശുക്രൻ അങ്ങനെയല്ല. അതുകൊണ്ടല്ലേ അസുരന്മാരെ ഗുരുവായത്. അവർ തെറ്റാണ് ചെയ്യണമെങ്കിൽ പോലും ശുക്രൻ സപ്പോർട്ട് ചെയ്യും. അത്ര ക്ഷിപ്രപ്രസാദിയാണ് ശുക്ര ഭഗവാൻ. അപ്പോൾ ശുക്രൻ്റെ ദിവസമായതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രം, മീനമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം വന്നവർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കും ഒരു വർഷം. സാമ്പത്തിക നേട്ടം, വീട് വെക്കാൻ കൊള്ളാം, അതുപോലെ വാഹനം വാങ്ങാൻ കൊള്ളാം. അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹം നടത്തി കൊടുക്കാൻ നിൽക്കുന്നവർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ പറ്റും. നമ്മളെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മക്കളെയോ ഒക്കെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്ക്, നിങ്ങൾ തൃക്കേട്ട നക്ഷത്രം ആണ്, ഈ മീനമാസത്തിൽ ആണ് ബർത്ത്ഡേ എങ്കിൽ ഈ ദിവസമാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഭാഗ്യദായകമായ അവസ്ഥകൾ വീട്ടിനകത്തുണ്ടാവും. അതുപോലെ ഇന്ന് 50-50 ദിവസമാണ്. അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി വേണം പോകാൻ. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 11 മണി 2 മിനിറ്റ് തൊട്ടേ രാവുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 12 മണിക്ക് തീരൂല, 12:32 അവസാനിക്കുകയുള്ളൂ. അപ്പോൾ രാവുകാലം നോക്കി, ഉച്ചസമയം ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ രാവിലെ പോവും. എന്നാലും ഈ സമയത്താണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ രാഹു തടസ്സത്തെ കൊടുക്കും. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയമാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അപ്പോൾ യമകണ്ഠനെയും ഗുളികനെയും പേടിക്കണം. ഗുളികകാല സമയം വരുന്നത് 8 മണി 2 മിനിറ്റ് തൊട്ട് 9:32 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3 മണി 32 മിനിറ്റ് തൊട്ട് 5 മണി 2 മിനിറ്റ് വരെയും, 1.5 മണിക്കൂർ നേരം ഉണ്ട്. ഇന്ന് കൊള്ളൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുക. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 8 മിനിറ്റ് തൊട്ട് 12:56 വരെയാണ്. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇത് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുക്രനിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി, ശുക്രൻ്റെ ദിവസമാണ്, എന്നാൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലുള്ള ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. അതിൽ നിന്ന് ചൈതന്യം നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അതായത് ചുവപ്പ് മിക്സായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കുറേ ഭാഗ്യത്തെ നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. ഇങ്ങനെ സഖ്യതെടുക്കും പ്രപഞ്ചത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഉണർവും ഉന്മേഷവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.